രാവിലെ മുതൽ വെയിൽ കിട്ടാനുള്ള സാധ്യത. അപ്പം എത്രയും വെയിൽ കിട്ടുന്ന സ്ഥലമുണ്ടോ അങ്ങനെയുള്ള സ്ഥലം വേണം കശുമാവിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ. അപ്പം നമ്മളെ വീട്ടിലൊരു തെങ്ങിൻ തോപ്പുണ്ട്, അതിൻ്റെ ഇടയിൽ നമുക്ക് കശുമാവ് കൃഷി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് അനുയോജ്യമായിട്ടുള്ള ഒന്നല്ല. കാരണം ഇതിന് വെയിൽ വേണം, വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് കായ്ക്കുള്ളൂ, വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് പൂക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള സ്ഥലം വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക. കശുമാവ് വെള്ളക്കെട്ടുള്ള ഉപ്പുവെള്ളം നമ്മൾ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന് തന്നെ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്യും. മരമായിട്ട് വളർത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കൃഷിയായിട്ട് വളർത്തുമ്പോൾ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. നല്ല നീർവാർച്ച, വെള്ളം അഥവാ വെള്ളക്കെട്ട് ഉണ്ടാവുകയാണെങ്കിൽ വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യം ചെയ്തിട്ട് വേണം നമ്മൾ കശുമാവ് കൃഷിക്ക് വേണ്ടിയിട്ട് ആ സ്ഥലം ഒരുക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക. ഇനി കശുമാവ് സ്ഥലം തിരഞ്ഞെടുത്ത് കഴിഞ്ഞു, ഇനി എന്താണ് വേണ്ടത്? ഇനങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതൊന്ന് ഇനങ്ങളെക്കുറിച്ചും വിശദമായിട്ട് എനിക്ക് ശേഷം സംസാരിക്കുന്ന അസ്ന ടീച്ചർ ഇനങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ഇനങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏകദേശം 45ഓളം ഇനങ്ങൾ വിവിധ കാർഷിക സർവകലാശാലയും കേന്ദ്ര കശുമാവ് ഗവേഷണ ഡയറക്ടറേറ്റ് അതും പുറത്തിറക്കിയിട്ടുണ്ട്. ഏകദേശം 45ഓളം ഇനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് ഇനങ്ങളെ വേർതിരിക്കാം. ഒന്ന് വെസ്റ്റ് കോസ്റ്റ് ടൈപ്പ്, അതായത് നമ്മുടെ കൊങ്കൺ വെസ്റ്റ് കോസ്റ്റ് ഇനങ്ങൾ ഉണ്ട്. അതുപോലെ ഈസ്റ്റ് കോസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ഒറീസ എന്നീ സംസ്ഥാനങ്ങളിൽ പുറത്തിറക്കിയ ഇനങ്ങൾ. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇനങ്ങളുണ്ട്. നമ്മുടെ മഹാരാഷ്ട്ര, കേരള പോലെയുള്ള ഇനങ്ങളെന്നും പുറത്തിറക്കിയ ഇനങ്ങളുണ്ട്. അപ്പം ഇത് രണ്ടിനും രണ്ട് സ്ഥലത്ത്, ഇപ്പം വെസ്റ്റ് കോസ്റ്റ് ഇനങ്ങൾ എപ്പോഴും വെസ്റ്റ് കോസ്റ്റിലാണ്, അതായത് നമ്മുടെ കൊങ്കൺ, കേരള, കർണാടക, മഹാരാഷ്ട്ര ആ ഭാഗത്താണ് നന്നായിട്ട് വരുന്നത്. അതേസമയം ഈസ്റ്റ് കോസ്റ്റ് ഇനങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് വരുന്നത് ആ ഇനങ്ങൾ. അപ്പം അങ്ങനെയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനങ്ങളെ കുറിച്ച് ടീച്ചർ വിശദമായിട്ട് പറയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് അതിൽ ടീച്ചർ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഇനങ്ങളുണ്ട്, അതിൽ ഏതൊക്കെയാണ് നമുക്ക് പറ്റിയ ഇനങ്ങളെന്ന് മനസ്സിലാവും. അപ്പം അത് ബേസ് ചെയ്തിട്ട് നമുക്ക് പറ്റിയ ഇനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇനി വരുന്നത് ഗ്രാഫ്റ്റുകളാണ്. ഇനങ്ങൾ നമ്മൾ സാധാരണയായിട്ട് കശുമാവിൽ നമുക്ക് 3 തരത്തിലുള്ള നടീൽ വസ്തുക്കൾ കിട്ടും. കമേഴ്ഷ്യലായിട്ട് ഇപ്പം ഗ്രാഫ്റ്റുകളാണ് കൂടുതലായിട്ട് കിട്ടുക. ഒന്ന് വിത്ത് മുളപ്പിച്ചിട്ടുണ്ടാക്കുന്ന തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. രണ്ടാമത് ഗ്രാഫ്റ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വരുന്നത് ലെയറുകളാണ്. എനിക്കൊന്ന് 80കളിലൊക്കെ നമ്മൾ ലെയറാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രാഫ്റ്റുകളാണ്. വിത്ത് തൈകളും ഉപയോഗിച്ചിരുന്നു. കശുമാവ് ഒരു പരപരാഗണം നടക്കുന്ന വിളയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിത്ത് തൈകൾ എടുത്തു കഴിഞ്ഞാൽ നല്ല കശുവണ്ടിയുള്ള, നല്ല വലിപ്പമുള്ള കശുവണ്ടിയുള്ള തൈകളിൽ നിന്ന് നമ്മൾ വിത്ത് എടുത്ത് തൈകൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കശുവണ്ടിയായി കിട്ടണമെന്നില്ല വളർന്നു വരുമ്പോൾ. പിന്നെ അത് കൂടാതെ വിത്ത് തൈകൾ വളർന്ന് കായ്ച്ചു വരാൻ ഏകദേശം 6 മുതൽ 8 വർഷം വരെ എടുക്കും കായ്ക്കാൻ തുടങ്ങും. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. ഇപ്പം ഗ്രാഫ്റ്റ് ആകുമ്പോൾ നമുക്ക് 3 മുതൽ 4 വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് തൈകളാണ് നമ്മൾ ഇപ്പോൾ കർഷകരോട് എടുക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രാഫ്റ്റ് തൈകൾ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഗ്രാഫ്റ്റിന് കറക്റ്റ് പ്രായം, അത് നമ്മൾ സാധാരണ പറയാം 5 മുതൽ 8 മാസം വരെ പ്രായമുള്ള ഗ്രാഫ്റ്റുകൾ വേണം തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ്. ഇത് പ്രാക്ടിക്കലി നോക്കുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. കാരണം എനിക്കറിയാം, കാരണം പല ആൾക്കാരും ഗ്രാഫ്റ്റിംഗ് തുടങ്ങുന്നത് തന്നെ ജൂൺ മാസത്തിലാണ്. അപ്പം നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ലഭിക്കുന്നത്. 3-4 മാസം പ്രായമുള്ള ഗ്രാഫ്റ്റുകളാണ് സാധാരണയായിട്ട് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് അത് മെയ് മാസത്തോട് അടുത്ത മെയ്യിൽ നടുമ്പോഴാണ് നമുക്ക് 5 മുതൽ 8 മാസം വരെ പ്രായമുള്ള ഗ്രാഫ്റ്റുകൾ കിട്ടുന്നത്. കഴിയുന്നത്ര 5 മുതൽ 8 മാസം വരെ പ്രായമുള്ള ഗ്രാഫ്റ്റുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ 3 മുതൽ 4 മാസം വരെയുള്ള ഗ്രാഫ്റ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷെ അതിന് കുറച്ച് എക്സ്ട്രാ ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടി വരുന്നതാണ്. പക്ഷെ ഇങ്ങനെയാണ് 5 മുതൽ 8 മാസം വരെ ആണെങ്കിൽ കുറച്ച് നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന ശ്രദ്ധ കുറച്ച് നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഗ്രാഫ്റ്റിന് ഏകദേശം 1.5 അടി ഉയരം ഉണ്ടാവണം. തീരെ ചെറിയ ഗ്രാഫ്റ്റ് ആവരുത്, ഭയങ്കര വലിയ ഗ്രാഫ്റ്റും ആവരുത്. ഒരു 1.5 അടി ഉയരമുള്ള ഗ്രാഫ്റ്റ് വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടി. നിങ്ങൾ ചിലപ്പോൾ നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ ചില ഒരു കൂട്ടം ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ചില ഗ്രാഫ്റ്റുകൾ മാത്രം നല്ല കറുത്ത പച്ച കളർ ഇലയായിട്ട് കുറച്ചും കൂടി കരുത്തിലങ്ങ് ഉയർന്ന് വന്നതായിട്ട് കാണും. അത്തരത്തിലുള്ള ഗ്രാഫ്റ്റുകൾ ഒരിക്കലും സെലക്ട് ചെയ്യരുത്.
അതിനർത്ഥം അങ്ങനെ ഒരു ഒരേപോലെയുള്ള ഗ്രാഫ്റ്റുകളുടെ ഇടയിൽ ഒരു 3-4 എണ്ണം ഇങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ഇതിൻ്റെ വേര് കൂടെ കടന്ന് മണ്ണിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ആ ഒരു പോഷിപ്പ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ കൂടെ എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പം ആ വേര് പൊട്ടിപ്പോകും, തായ് വേര് നഷ്ടപ്പെട്ടു പോകും. പിന്നെ അതിന് ട്രാൻസ്പ്ലാന്റേഷൻ ഷോക്ക് ഉണ്ടാവും. നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്നത് ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഗ്രാഫ്റ്റ് നഴ്സറിയിൽ ചെന്ന് കഴിഞ്ഞാൽ സാമാന്യ ആവറേജ് ആയിട്ടുള്ള ഒരു ഗ്രാഫ്റ്റ് വേണം അവിടെയുള്ള ഗ്രാഫ്റ്റുകളിൽ ഏകദേശം ഒരേപോലെയുള്ള ഗ്രാഫ്റ്റുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കൃത്യമായിട്ടുള്ള ഗ്രാഫ്റ്റ് യൂണിയൻ 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഗ്രാഫ്റ്റ് യൂണിയൻ ശരിക്കും ഒട്ടിച്ച ചേർന്ന ഭാഗത്തിനെയാണ് നമ്മൾ യൂണിയൻ എന്ന് പറയുന്നത്. ആ യൂണിയൻ ശരിക്കും ചേർന്നിട്ടുണ്ടാവും. അതിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ടാവും. 5 മുതൽ 8 മാസം പ്രായം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 3 മുതൽ 4 മാസം വരെ പ്രായമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് അഴിച്ചു മാറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഗ്രാഫ്റ്റായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. നല്ല ഒന്നിച്ച് ചേർന്ന് വളരുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്താം. ഈ 3-4 മാസം പ്രായമായതിൽ പ്ലാസ്റ്റിക്കോട് കൂടിയാണ് നിങ്ങൾ നടുന്നുണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കെട്ടിയ നാട അഴിച്ചു മാറ്റാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ പിന്നെ വരുന്നത് ഇലകളാണ്. ഇലകൾ സയോൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്രാഫ്റ്റിൻ്റെ 2 ഭാഗമാണുള്ളത്. മുകളിലുള്ള ഭാഗത്തിന് നമ്മൾ സയോൺ എന്ന് പറയും, താഴെയുള്ള ഭാഗത്തിന് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. ഇത് രണ്ടും കൂടി ഒട്ടിച്ച് ചേർത്തിട്ടാണ് ഒരു ഗ്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ സയോൺ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഏത് ഇനത്തിന്റെ തൈയാണോ വേണ്ടത് അതിൽ നിന്നാണ് സയോണിന്റെ കമ്പെടുത്തിട്ടുണ്ട്. ആ ഭാഗമാണ് സയോൺ, മുകളിലുള്ള ഭാഗം. താഴെയുള്ള ഭാഗം റൂട്ട് സ്റ്റോക്ക്. അപ്പൊ നമ്മൾ ഗ്രാഫ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഗ്രാഫ്റ്റ് യൂണിയൻ, അതായത് ആ ഒട്ടിച്ച് ചേർത്ത ഭാഗത്തിന്റെ താഴെ നിന്നുള്ള കമ്പുകളോ മുളകളോ ഇതൊക്കെ നുള്ളിക്കളയണം. അതൊന്നും നിലനിർത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ നന്നായിട്ട് മുളകൾ വന്ന ഗ്രാഫ്റ്റുകളാണ് ഉള്ളതെങ്കിൽ അത്തരത്തിലുള്ള ഗ്രാഫ്റ്റുകൾ സെലക്ട് ചെയ്യരുത്. കാരണം അങ്ങനെയുള്ള ഗ്രാഫ്റ്റുകൾ നമ്മൾ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ വീട്ടിലെത്തി കഴിയുമ്പോൾ മുകളിലുള്ള ഭാഗം നമ്മൾ നട്ട് കഴിയുമ്പോൾ മുകളിലുള്ള ഭാഗം ഉണങ്ങിപ്പോവുകയും ഈ ഗ്രാഫ്റ്റ് യൂണിയന്റെ താഴെയുള്ള ഭാഗം ആയിരിക്കും വളർന്നു വരിക. അത് നമ്മൾ കുറേ ദിവസം നട്ടിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല ഏത് ഭാഗമാണ് വളർന്നു വന്നതെന്ന്. അപ്പൊ അത്തരത്തില് ഇത്തരത്തിലുള്ള മുകുളങ്ങളുള്ള, അതായത് റൂട്ട് സ്റ്റോക്കിന്റെ അവിടെ മുകുളങ്ങളോ പുതിയ ശാഖകളോ ഒക്കെ വന്നിട്ടുള്ള ഗ്രാഫ്റ്റുകൾ തിരഞ്ഞെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അഥവാ മുകുളങ്ങൾ വലതും വന്നിട്ടുണ്ടെങ്കിൽ ആ മുകുളങ്ങൾ നുള്ളി നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് ഇലകളാണ്. അതായത് നമ്മുടെ റൂട്ട് സ്റ്റോക്കിന്റെ മുകളിലുള്ള ഭാഗം ഉണ്ടല്ലോ, സയോണില് ഒരു 4 ഇലയെങ്കിലും നല്ല മെച്ചറായിട്ടുള്ള ഇലയായിരിക്കണം. അതായത് കടും പച്ച നിറത്തില്, അതായത് മൂത്ത ഇലയായിരിക്കണം നമ്മൾ പറയില്ലേ. തളിരലക്ക് നിറം കുറവായിരിക്കും. അപ്പൊ കുറച്ചും കൂടി തളിരല്ലാത്ത 3-4 ഇലകളെങ്കിലും ഗ്രാഫ്റ്റിൽ ഉണ്ടായിരിക്കണം. ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ തണ്ടിന്റെ കട്ടി, ഗ്രാഫ്റ്റ് ചെയ്ത തണ്ട് തീരെ നേർത്തതാവാൻ പാടില്ല. പെൻസിലിന്റെ വണ്ണമുള്ള വലുതായിരിക്കണം ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്രയെങ്കിലും കനമുള്ള തണ്ടായിരിക്കണം. സയോൺ തണ്ട് ഉപയോഗിച്ചിട്ടായിരിക്കണം ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് തീരെ നേർത്തതല്ലാതായി പോകാനും ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഗ്രാഫ്റ്റുകൾ നമ്മൾ നോക്കി വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രാഫ്റ്റ് യൂണിയന്റെ നമ്മളൊരു കവറിൽ നിറച്ച അവസ്ഥയിലായിരിക്കുമല്ലോ ഗ്രാഫ്റ്റ് ഉണ്ടാവും. അപ്പൊ ഗ്രാഫ്റ്റ് യൂണിയന്റെ ആ ഒരു ഭാഗം നമ്മളെ കവറിന്റെ ലെവലിൽ നിന്ന് ഒരു 10 സെന്റിമീറ്റർ എങ്കിലും മുകളിലായിരിക്കണം കാണേണ്ടത്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ റൂട്ട് സ്റ്റോക്ക് നിന്നാണോ ഷൂട്ട് വരുന്നത്, സയോൺ നിന്നാണോ ഷൂട്ട് വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ സഹായിക്കും. അതായത് കവറിന്റെ നിരപ്പിൽ നിന്നും ഒരു 10 സെന്റിമീറ്റർ, 5 മുതൽ 10 സെന്റിമീറ്റർ വരെ ഉയരത്തിലായിരിക്കണം ഈ ഒട്ടിച്ച ഭാഗം വരണം. പിന്നെ യൂണിയൻ, നേരത്തെ പറഞ്ഞതുപോലെ യൂണിയൻ അതിൻ്റെ ആ ഒട്ടിച്ച ഭാഗം നന്നായിട്ട് ചേർന്നിട്ടുണ്ടാവണം. ഗ്രാഫ്റ്റിംഗ് ടേപ്പ് അല്ലെങ്കിൽ പോളിത്തീൻ സ്ട്രിപ്പ് നീക്കം ചെയ്തിട്ടുണ്ടാവണം. റൂട്ട് സ്റ്റോക്ക് ഷൂട്ടുകളില്ലാത്ത അവസ്ഥയിലായിരിക്കണം ഉണ്ടാവണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു മികച്ച ഗ്രാഫ്റ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 5 മുതൽ 8 മാസം വരെ പ്രായം, നന്നായിട്ട് ഒട്ടിച്ചേർന്ന അവസ്ഥയിലുള്ള ഗ്രാഫ്റ്റുകൾ, 3-4 മൂത്ത ഇലകളുള്ള ഗ്രാഫ്റ്റുകൾ, അതുപോലെ ഏകദേശം 1.5 അടി പൊക്കമുള്ള ഗ്രാഫ്റ്റുകൾ, നന്നായിട്ട് മുകൾ ഭാഗം വളർന്നു വന്ന താഴെയുള്ള റൂട്ട് സ്റ്റോക്കിൽ നിന്നും മുകുളങ്ങളോ ശാഖകളോ ഒന്നും വളർന്നു വരാത്ത തരത്തിലുള്ള ആരോഗ്യമുള്ള ഗ്രാഫ്റ്റുകൾ തിരഞ്ഞെടുക്കാം. അപ്പൊ ഇത്തരത്തിൽ ഗ്രാഫ്റ്റ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇനി അടുത്തത് നടൽ.